ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ പ്രശ്നം അനുഭവിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ തനിച്ചല്ല. വളരെ വർഷങ്ങളായി ഇത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഇതൊരു പ്രാവശ്യം അനുഭവിച്ച വ്യക്തി ജീവിതത്തിൽ ആ വേദന മറക്കില്ല. സാധാരണ പുലർച്ചെ അല്ലെങ്കിൽ മിഡ് നൈറ്റിന് ശേഷമാണ് ഈ വേദന പലർക്കും അനുഭവിക്കേണ്ടി വരാറുള്ളത്. പിന്നെ ക്രൂഷ്യലായിരിക്കും. അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ വേദനയോട് കൂടിയിട്ടിത് തുടർന്നുകൊണ്ടിരിക്കും. ഹോസ്പിറ്റലിലെത്തുന്നു. പെയിൻ കില്ലർ അല്ലാതെ വേറൊന്നും ഇതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് സൊല്യൂഷൻ ഡോക്ടേഴ്സ് തരാറില്ല. പല പല മരുന്നുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആയുർവേദിക്, ഹോമിയോ, ഇംഗ്ലീഷിൽ എല്ലാവരും പറയുന്നത് ഒരു പ്രാവശ്യം ഈ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരു ബോഡിയുടെ ഹാബിറ്റായിട്ട് മാറുന്നു. വീണ്ടും വീണ്ടും ഇത് നമ്മുടെ കിഡ്നിക്കകത്തോ അല്ലെങ്കിൽ ബ്ലാഡറിനകത്തോ ആ പാത്തിലെല്ലാം വീണ്ടും ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. Stone can be as small as the head of a pin, almost invisible to the naked eye. But as every stone former knows, the pain resulting from this tiny crystal structure can be enormous. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുക എന്ന ഹാബിറ്റ് ശരീരത്തിന് എങ്ങനെയാണ് ഉണ്ടായത്? വെള്ളം കുടിക്കാതിരിക്കുക എന്ന എൻ്റെ ഹാബിറ്റിൽ നിന്നിട്ടാണ് ശരീരത്തിൻ്റെ ആ റിയാക്ഷൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുക എന്നുള്ള ഹാബിറ്റ് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ റിയാക്ഷൻ സ്റ്റോൺ ഫോർമേഷൻ സ്റ്റോപ്പ് ആവും. പിന്നീട് സ്റ്റോൺ ഉണ്ടാവില്ല, ഫോം ആവില്ല. They're classified according to the specific types of crystals they contain and fall into 5 major categories: calcium oxalate, calcium phosphate, struvite, uric acid, and cysteine. The most common is calcium oxalate. പലതരം ടെക്നോളജികൾ ഇത് പൊടിച്ച് കളയുന്നതിന് വേണ്ടി ഇന്ന് എക്സിസ്റ്റിംഗ് ആണ്. ബട്ട് ദേ ആർ വെരി കോസ്റ്റ്ലി. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതിന് എന്താണ് മാർഗം? കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ്റെ മെയിൻ റീസൺ ഡീഹൈഡ്രേഷനാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നത്. ബാക്കി മിക്കവാറും ആളുകൾക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കിഡ്നി സ്റ്റോൺ പ്രോബ്ലം സഹിക്കുന്നവരാണ്. ഈ ഡീഹൈഡ്രേഷൻ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കാലാവസ്ഥയിൽ നിന്നിപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചൂടിലേക്ക് പോവുകയാണ്. മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂടാണ് വരിക. ആ സമയം ആകുമ്പോഴേക്കായിരിക്കും നമ്മുടെ ശരീരം അതിനകത്തേക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് നമ്മൾ തേഴ്സ്റ്റി ആയി തുടങ്ങും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന കാലാവസ്ഥയിൽ വരുന്ന ഒരു മാറ്റം ബോഡിയിലേക്ക് അത് അറിയിച്ച് നമുക്ക് തേഴ്സ്റ്റി ആവാനുള്ള ആ ഒരു സമയത്തിനുള്ളിൽ ഇത് ഫോർമേഷൻ ആയിട്ടുണ്ടാകും. The first step is nucleation. Ions such as calcium and oxalate that have been filtered into the urine by the kidney spontaneously join together to form a solid crystal nidus. Tiny sharp ആയിട്ടുള്ള ഈ റോക്ക് ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്ന പാത്തിലെല്ലാം ഇത് മുറിവുണ്ടാക്കുകയും വളരെ പെയിൻഫുൾ ആയിട്ട് മാറുകയും ചെയ്യും. ഒരേ ഒരു പെർമനന്റ് സൊല്യൂഷനേ ഉള്ളൂ. ഹൈഡ്രേറ്റ് ചെയ്യുക. വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് യൂറിനിൽ വരുന്ന മിനറൽസ് ഡൈല്യൂട്ട് ചെയ്യുക. കാരണം യൂറിൻ കണ്ടാമിനേഷൻ ആവുമ്പോഴാണ്, കോൺസെൻട്രേറ്റഡ് ആവുമ്പോഴാണ് കിഡ്നി സ്റ്റോൺ കൂടുതലുണ്ടാവുന്നത്. ഇതെല്ലാം നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല ആവശ്യത്തിന്. ഡോക്ടർമാരെല്ലാം പറയും 8 to 10 ഗ്ലാസസ് വെള്ളം ഡെയിലി കുടിക്കും. അത് നോർമൽ പേഴ്സൺ ആണ്. വി ആർ ഓൾറെഡി പേഷ്യൻറ്റ്. നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നോർമലി കുടിക്കുന്നതിലും കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല വെള്ളം കുടിക്കണം എന്ന അറിവുണ്ടായ പോരാ, അതിന് കൃത്യമായി സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ കുടിക്കണം. If a stone continues to grow until it reaches a critical size, which can be as small as 4 to 5 millimeters in diameter, it may be too large to pass easily through the ureter.
The edges of the stone may become wedged inside the ureter at the ureteropelvic junction, where the ureter crosses over the iliac artery, or at the ureterovesical junction. The result? Pain and obstruction until the stone slowly passes into the bladder and eventually passes out of the body in the urine stream. വെള്ളം ധാരാളം കുടിക്കുന്ന ഹാബിറ്റ് ഉള്ളവർക്ക് ഈ കിഡ്നി സ്റ്റോൺ പ്രോബ്ലം വരില്ല. അതല്ലാതെ വളരെ കുറച്ച വെള്ളം മാത്രം കുടിക്കുന്ന ആളുകൾക്കാണ് ഈ സ്റ്റോൺ ഫോർമേഷൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ സ്റ്റോൺ ഫോർമേഷൻ വരുന്നത്. കാരണം സ്റ്റോൺ പോയി എടുത്ത് കളഞ്ഞു എങ്കിലും വീണ്ടും എന്തുകൊണ്ടാണ് ഫോർമേഷൻ ആവുന്നത്? നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹാബിറ്റാണ് മാറ്റേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നറിയോ? ഇതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് RO വാട്ടർ പ്യൂരിഫയർ ആണ്. ഇത് കൃത്യമായി രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഫുൾ ബോട്ടിൽ, ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം വെള്ളം കുടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് വെള്ളം ഇറങ്ങില്ല. കാലത്ത് തന്നെ പച്ചവെള്ളം കുടിക്കുക നടക്കുന്ന കാര്യമല്ലോ. പക്ഷെ വേറെ നിവൃത്തിയില്ല, നമ്മൾ ആ ഹാബിറ്റ് ഫോം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ബോട്ടിൽ വെള്ളം നിറയ്ക്കും. അത് മുഴുവൻ ഓഫീസിലേക്ക് വരുന്നതിന് മുൻപ് കുടിച്ച് തീർത്തേ പറ്റൂ. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, ഇത്രയും വെള്ളം കുടിച്ചാൽ പോലും ഒരു മിനിമം ഒരു 1 അവറിന് ശേഷമേ നിങ്ങൾക്ക് യൂറിനേഷൻ നടക്കൂ. ആദ്യമൊക്കെ പെട്ടെന്ന് യൂറിനേഷൻ നടന്നേക്കാം, പക്ഷേ പിന്നീട് നമ്മുടെ സെല്ലുകളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്രയും കാലം ഇല്ലാത്തൊരു സ്വഭാവമായതുകൊണ്ടാണ് ഇതിന് സമയമെടുക്കുന്നത് മാത്രം. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളിലേക്കെല്ലാം ഈ വെള്ളം അബ്സോർബ് ചെയ്യും. അവിടെ എല്ലാം ക്ലെൻസിങ് നടക്കും. ക്ലെൻസിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ മിനറൽസ് എല്ലാം ഡൈല്യൂട്ടഡ് ആയി യൂറിൻ. കീപ്പ് ആൻ ഐ ഓൺ യുവർ യൂറിൻ. എപ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലൊരു പെയിൽ യെല്ലോ കളർ അതിൽ താഴെ ക്രിസ്റ്റൽ ക്ലിയർ ആയാൽ നല്ലത്, വളരെ നല്ലത്. സോ ഇഫ് യു ക്യാൻ മേക്ക് ദ യൂറിൻ ക്ലിയർ ആൾവേസ്, ഒരിക്കലും ഇനി നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ പ്രോബ്ലം ഉണ്ടാവില്ല. പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്താണ്. ഇത് ആരംഭിച്ചതിന് ശേഷം എനിക്ക് ഫോർമേഷൻ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. രാവിലെ മാത്രമല്ല, വൈകിട്ടും ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് ഇതേപോലെ ഒരു ബോട്ടിൽ വെള്ളം എടുക്കും, കിടന്നു ഉറങ്ങുന്നതിന് മുൻപായിട്ട് അത് കുടിച്ച് തീർക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകേണ്ടി വരും. സ്റ്റോൺ പെയിന് ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിലും നല്ലതല്ലേ വാഷ്റൂമിൽ പോയി അതിനെ ക്ലിയർ ചെയ്തെടുക്കണം. പെർമനന്റ് ക്യൂർ യു ക്യാൻ ആൾസോ ട്രൈ. ഒരു ചെലവുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം പറയുന്നത് എന്താ, മറ്റു മരുന്നുകളൊക്കെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി പെയിൻ കില്ലേഴ്സ് എല്ലാം തരും. പക്ഷെ എന്നിട്ട് എന്താ ഡോക്ടർ പറയുക, ധാരാളം വെള്ളം കുടിക്കാൻ പറ്റുമോ? വാട്ടർ ഈസ് അവർ ഹീറോ ഫോർ കിഡ്നി. ഇപ്പോൾ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടായി വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇനി ഒരിക്കലും സ്റ്റോൺ ഫോർമേഷൻ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത്. മരുന്നുകൾ നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് മരുന്ന് വേണമെങ്കിലും കഴിച്ചോളൂ. കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് മിനറൽസ്, എക്സസീവ് മിനറൽസും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ കൊണ്ടുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാം, പഞ്ചസാര കുറയ്ക്കാം, എക്സസ് ആയിട്ടുള്ള ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൺസ്യൂം ചെയ്തത് കുറയ്ക്കാം. അങ്ങനെ മറ്റെല്ലാം കുറച്ചുകൊണ്ടും നിങ്ങൾക്കിതിൻ്റെ സ്റ്റോണിൻ്റെ അലിയിച്ചെടുക്കുന്ന ആ വേഗത കൂട്ടാൻ പറ്റും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും കൂടി ഇത് ചെയ്താൽ തീർച്ചയായും ആ സ്റ്റോണ് അലിയാനുള്ള സാധ്യത വളരെ വേഗം ആയിരിക്കും. ഞാൻ പ്രാക്ടീസ് ചെയ്തത് 1 ലിറ്റർ വാട്ടറാണ് രാവിലെയും വൈകിട്ടും. പക്ഷെ എൻ്റെ വെയിറ്റ് 60 താഴെയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വെയിറ്റുള്ള ആളുകൾ 1 ലിറ്റർ മാത്രമേ ട്രൈ ചെയ്യാവൂ എന്നില്ല. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച്, നിങ്ങളുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടണം. മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കൺസപ്ഷൻ ആവുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, വെയിലത്ത് നല്ലപോലെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. സോ യു ഹാവ് ടു ഇൻക്രീസ് ദ
കൺസെപ്റ്റ്. ജോലിയുടെ ഭാഗമായിട്ട് വെള്ളം കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തവർക്കും ജോലിക്ക് പോയതിന് ശേഷം വെള്ളം അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം ഇതൊരു നല്ല സൊല്യൂഷനാണ്. ഇതേപോലെ ഒരു ബോട്ടിൽ മിനിമം ഒരു 1 ലിറ്റർ, അതിൻ്റെ മീതെ ആയി കഴിഞ്ഞാൽ വളരെ നല്ലത്. നിങ്ങൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ധാരാളം വെള്ളം കുടിക്കുക, ഈ കിഡ്നി സ്റ്റോണിൽ നിന്ന് രക്ഷപ്പെടുക. രാവിലെയും വൈകിട്ടും മറക്കാതെ ഈ സ്കെഡ്യൂളിൽ ഒന്ന് തുടർന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് എഫക്റ്റ് ഉണ്ടായതെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. താങ്ക് യു.